ഉണ്ണി വ്ളോഗ് നമ്മുടെ മൂവി റിവ്യൂ ചെയ്യുന്ന മൂവി റിവ്യൂ മാത്രമല്ല ഉണ്ണി പല വീഡിയോസും പല അനാലിസിസും ഉണ്ണിയുടേതായിട്ടുള്ള പേഴ്സ്പെക്റ്റീവ്സും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വയ്ക്കുന്ന ഒരാളാണ്. ബട്ട് നോൺ ഫോർ ഹിസ് മൂവി റിവ്യൂസ്. ഉണ്ണി കഴിഞ്ഞ ദിവസം പേർലി മാണിയുടെ കോണ്ടൻറ്റുകളെ കുറിച്ചിട്ടുള്ള ഒരു അനാലിസിസ് ചെയ്തു. ഓക്കെ, അത് ഭയങ്കര വൈറലായിട്ട് ഇപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് എനിക്ക് പേഴ്സണലി കുറേ പേര് പേർലി മാണിയുടെ ഇൻ്റർവ്യൂസിൻ്റെ ലിങ്ക് അയച്ചു തന്നിട്ട് ഇതിൽ കുറച്ച് സീനുകളുണ്ട്, ഇത് ബട്ടറിങ് ആണ്, ഇവർ വെറും കണ്ടൻറ് പുഷിങ് ആണ്, സായിക്ക് ഇതൊന്ന് നോക്കിക്കൂടെ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് പലരും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഐ യൂസ് ടു ലൈക്ക് ഹെർ വീഡിയോസ് ബിക്കോസ് അതൊരു സ്ട്രെസ് ബസ്റ്റർ പോലെ, അല്ലെങ്കിൽ ഞാനതൊരു ഭയങ്കര ഇൻഫോർമേറ്റീവായിട്ടോ അല്ലെങ്കിൽ അതിഭീകരമായിട്ട് ഭയങ്കര എന്താ പറയുക സൂപ്പർ ഭയങ്കര ബുദ്ധി ഉണ്ടാക്കുന്ന കണ്ടൻറ്റ് അങ്ങനെ, അല്ലെങ്കിൽ ഇൻഫർമേഷൻ തരുന്ന കണ്ടൻറ്റ് അങ്ങനെ കണ്ടിട്ടില്ല. സ്ട്രെസ് ബസ്റ്റർ അത്രേ ഉള്ളൂ. ഒരു ടൈം ഇരുന്ന് കാണാൻ പറ്റിയ ഒരു ഫൺ എലമെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ. ഇപ്പോൾ ധന്യവർമ്മയുടെ ഇൻ്റർവ്യൂ പോലെയോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ഇൻ്റർവ്യൂസിനെ പോലെയോ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ജസ്റ്റ് ആൻ ഇൻ്റർവ്യൂ, അവരത് വ്യൂസിന് വേണ്ടി ചെയ്യുന്നു, അരിക്ക് വേണ്ടി ചെയ്യുന്നു, അവരത് മാക്സിമം ഫണ്ണാക്കാൻ പറ്റുന്ന രീതിയിൽ അവർ ഫണ്ണാക്കാൻ അവർ ശ്രമിക്കുന്നു, അതിലവർ സക്സസ്ഫുൾ ആവുന്നു. ഇത്രയേ എനിക്ക് പേർലി മാണിയുടെ വീഡിയോസ് ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഞാൻ കാണാറുമുണ്ട്. ഇത് ഉണ്ണി വ്ളോഗ് ചെയ്ത വീഡിയോനകത്ത് ഒരുപാട് കാര്യങ്ങൾ, അതായത് 3 പോയിന്റുകളായിട്ടാണ് എടുത്തു വെച്ച് പറയുന്നത്. ഓക്കെ, ഒന്ന് അവരുടെ ചാനലിനെ കുറിച്ചും ആ ചാനലിനെ കുറച്ച് കമൻറ്റ് സെക്ഷനെ കുറിച്ചും, അത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ കണ്ടൻറ്റുകൾ, അവർ കുട്ടികളെ ഇൻവോൾവ് ചെയ്യുന്ന കണ്ടൻറ്റുകളെ കുറിച്ചിട്ടും, പിന്നെ പറയുന്നത് ഈ പറഞ്ഞ പേർലി മാണി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻ്റർവ്യൂ പാറ്റേൺ. ഓക്കെ, അവരിപ്പോൾ മൂവി ഇൻ്റർവ്യൂസ് പ്രൊമോഷനായിട്ട് ചെയ്യുന്നുണ്ട്, ആ ഒരു പാറ്റേണിനെ കുറിച്ചിട്ടും. അങ്ങനെ 3 സ്റ്റെപ്പായിട്ടാണ് പറഞ്ഞു പോകുന്നത്. നമുക്ക് ആദ്യം ഉണ്ണിയുടെ ഒരു ഇൻട്രോ സെക്ഷനിൽ നിന്നാണ് തുടങ്ങാം. ഹലോ ഹായ് നമസ്കാരം. നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഫാമിലി വ്ളോഗേഴ്സിനെ കുറിച്ചും ബ്യൂട്ടി വ്ളോഗേഴ്സിനെ കുറിച്ചും ഇൻ്റർവ്യൂവേഴ്സിനെ കുറിച്ചും ഒക്കെ ഓരോ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്ന ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നു. അത് പേർലി മാണിയുടെ ഇൻ്റർവ്യൂസിനെ കുറിച്ചും അതുപോലെ പേർലി മാണിയുടെ വീഡിയോസിൽ വ്ളോഗ്സിൽ അവരുടെ കുഞ്ഞുങ്ങളെ അവർ കൊണ്ടുവരുന്ന സോഷ്യൽ മീഡിയയിൽ കുഞ്ഞുങ്ങൾക്ക് എക്സ്പോഷർ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. അപ്പം ഞാനും ആലോചിച്ചപ്പം സോഷ്യൽ മീഡിയയിൽ കുഞ്ഞുങ്ങളെ നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആളുകളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് സംസാരിച്ചാലോ എന്ന് വിചാരിച്ച് പേർലി മാണിയുടെ വീഡിയോസിലേക്ക് നമ്മൾ തിരിയുമ്പോൾ 3 പ്രശ്നങ്ങളാണ് നമുക്ക് ഫീൽ ചെയ്തത്. ഒന്ന്, നമ്മൾ ഫാമിലി വ്ളോഗ്സിനെ കുറിച്ച് ഒരു അനാലിസിസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ബ്യൂട്ടി വ്ളോഗേഴ്സിനെ കുറിച്ചൊക്കെ അനാലിസിസ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് വീഡിയോസ് കണ്ടു എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പേർലി മാണിയുടെ ടൈപ്പ് ഓഫ് കണ്ടൻസ് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരല്ല. 2, ഇത് കണ്ടു തുടങ്ങിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റ് തോന്നുക അല്ലെങ്കിൽ അത് കണ്ടിരിക്കാൻ തോന്നുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് സംഭവിച്ചിട്ടില്ലായിരുന്നു. അതിപ്പോൾ ഇൻ്റർവ്യൂസ് ആണെങ്കിലും കുഞ്ഞുങ്ങളെ വീഡിയോസിലേക്ക് കൊണ്ടുവരുന്നതാണെങ്കിലും എതിർപ്പുകളടക്കം കുറേ ഫാക്ടേഴ്സ് കൊണ്ട് അതൊരു കണ്ടിരിക്കബിൾ മെറ്റീരിയൽ ആയിട്ട് തോന്നിയില്ല. ഇത് ഭയങ്കര ടയറിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഞാനുണ്ട്, എൻ്റെ ടീമേറ്റ് ശ്രുതിയുണ്ട്, എന്നെക്കാൾ കൂടുതൽ ശ്രുതിയാണ് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണേണ്ടി വരിക. ഞാനും ഇതിലെ പല കാര്യങ്ങളും ഇരുന്ന് കാണുക. ഇതൊരു ടയറിങ് പ്രോസസ്സാണ്. പേർലി മാണിയുടെ ഇൻ്റർവ്യൂ അനാലിസിസ് ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര ഇൻ്റർവ്യൂസ് കണ്ടു നോക്കണം. അതിൽ പല ഇൻ്റർവ്യൂസിൻ്റെ ലെങ്ത് വരുന്ന ഒരു 1 hour അടുത്താണ്. അത്രയും നേരം കണ്ടിരിക്കാൻ ഞാൻ എൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്, എനിക്കതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഫീൽ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ണിയുടെ ഇൻട്രോനകത്ത് എല്ലാം ഉണ്ട്. ഉണ്ണി ഇതൊരു കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ട്, അതായത് പേർലി മാണി എന്ന് പറഞ്ഞ ആ ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലിനെ കണ്ടന്റ് ആക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ എന്നുള്ളത് വളരെ എവിഡൻ്റ് ആണ്. അപ്പോൾ ആ ഒരു പേഴ്സ്പെക്റ്റീവിലാണ് ഉണ്ണി പേർലി മാണിയുടെ വീഡിയോസ് ഇരുന്ന് കാണുന്നത്. ആൻഡ് ഉണ്ണി ആൻഡ് ഹിസ് ടീം, അവർക്കത് കാണബിൾ വീഡിയോസ് അല്ല, വാച്ചബിൾ വീഡിയോസ് അല്ല, അവർക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. ബിക്കോസ് അവർ കുറച്ചും കൂടി ഇൻ്റലക്ച്വലായി, അല്ലെങ്കിൽ ഒരു വീഡിയോനകത്ത് ഇപ്പോൾ ഉണ്ണി ഒരു സിനിമ കണ്ടിട്ട് റിവ്യൂ പറയുമ്പോൾ തന്നെ അതിനകത്ത് എന്തെങ്കിലും സോഷ്യൽ മെസ്സേജ് ഉണ്ടോ അല്ലെങ്കിൽ വരികൾക്കിടയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി വായിച്ച് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഉണ്ണി. ഉണ്ണിയെ സംബന്ധിച്ചിടത്തോളം പേർലിയുടെ ചിരിയും പേർലിയുടെ ഫണ്ണും പേർലിയുടെ ക്രിഞ്ചും ഈ സാധനങ്ങളൊന്നും ഡൈജസ്റ്റ് ആവാൻ എനിക്ക് തോന്നുന്നില്ല അതൊന്നും ആവുന്നുള്ളത്. ഇനി ഈ കണ്ടന്റ് അനാലിസിസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ പോലും അത് ഉണ്ണിക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ ഒരു പരിധി മുകളിലാണ് പേർലിയുടെ കണ്ടന്റ്. അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്നെപ്പോലെ പേർലിയുടെ വീഡിയോസ് ഒരു എന്താ പറയുക നേരം പോക്കിന്, നമ്മൾ കുറച്ചൊരു ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്കൊരു നേരം പോക്കിന് ചുമ്മാ നമ്മൾ പഴയ സിനിമകളുടെ കോമഡികൾ എടുത്ത് കാണുന്നതിന് പകരം പേർലിയുടെ ഒരു ഇൻ്റർവ്യൂ എടുത്താണ് കണ്ടു കഴിഞ്ഞാൽ പേർലിയുടെ കുറേ മാനറിസം, പേർലിയുടേതായിട്ടുള്ള പേർലി ഓടിക്കുന്ന കുറേ സാധനങ്ങളുണ്ട് ഈ ഇൻ്റർവ്യൂവിനകത്തൊക്കെ. അത് എനിക്ക് പേഴ്സണലി ഇഷ്ടമായതുകൊണ്ട് ഞാനത് വാച്ച് ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ ഇടയിൽ വരികൾക്കിടയിൽ വായിക്കാനോ അല്ലെങ്കിൽ അതൊരു ബിസിനസ് തന്ത്രമാണെന്നുള്ളതൊക്കെ നമുക്കറിയാം. ബട്ട് സ്റ്റിൽ നമ്മളത് അങ്ങനെ എടുക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു ഭയങ്കര ക്രിട്ടിക്ക് പോലെ ഇരുന്ന് കാണുന്ന സമയത്ത് ആ രീതിക്ക് തന്നെയാണല്ലോ ഈ കണ്ടന്റ് ബിൽഡ് ആവുക. അപ്പോൾ എന്താണെങ്കിലും ഉണ്ണി വീഡിയോ ചെയ്തു. ഉണ്ണി വീഡിയോ ചെയ്ത സമയത്ത് ഇതിനകത്ത് ഈ
കമൻറ്റ് ബോക്സിൽ നെഗറ്റീവ് കമൻറ്റ്സ് ഡിലീറ്റ് ചെയ്യുന്നൊരു ശീലം പേളിമാണിക്ക് ഉണ്ട് എന്നുള്ളത് വളരെ എവിഡൻ്റ് ആണ്. ഓക്കെ, എനിക്കും അറിയുന്നൊരു കാര്യമാണ്. അത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഡിലീറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമാണ് ക്രിട്ടിസൈസ് ചെയ്തത് ഉണ്ണി. കുട്ടികളെ കാണിക്കുന്നതിനെക്കുറിച്ചോ കുട്ടികളെ കാണിച്ച് വീഡിയോ ചെയ്യുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ അവരുടെ ഇൻ്റർവ്യൂ പാറ്റേണെ കുറിച്ചൊന്നും അങ്ങനെ വലിയൊരു ക്രിറ്റിസിസം ഉണ്ണി ഇതിനകത്ത് വെച്ചിട്ടില്ല. പക്ഷേ ഓൺലൈൻ മീഡിയാസിലൊക്കെ എഴുതി പിടിപ്പിച്ച് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് എന്തോ വലിയ സീനുണ്ട്, ഉണ്ണി പറഞ്ഞു വെച്ചത് എന്തോ വിഷയമാണെന്ന് പറഞ്ഞ രീതിക്കാണ് വരുന്നത്. യെസ്, വിഷയമുണ്ട്. അത് ആ കണ്ടന്റുകളിലല്ല, കണ്ടന്റിൻ്റെ കമൻറ്റ് സെക്ഷനകത്ത് പേളി പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ ഭയങ്കരമായ വ്യത്യാസമുണ്ട്. ആൻഡ് ഈ കമൻറ്റ് ബോക്സിൽ ഓൺലി പോസിറ്റീവ് കമൻറ്റ്സ് വെക്കാനുള്ള ഡെലിബറേറ്റ് ആയിട്ടുള്ളൊരു മൂവ് ഉണ്ട് അവരുടെ ഭാഗത്തുനിന്ന്. അവർ കമൻറ്റ്സ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് ഒരു സൈഡിൽ. അപ്പോൾ അത് എക്സ്പോസ് ചെയ്തിട്ടുണ്ട് ഉണ്ണി. അത് എക്സ്പോസ് ഇപ്പോൾ ഉണ്ണി ചെയ്തു. ഇതിന് മുമ്പും പലരും അത് എനിക്ക് തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ തന്നെ ഈ പേളിമാണി വന്നിട്ട് ഓൺലൈൻ മീഡിയാസിന് ബൈറ്റ് കൊടുക്കുന്ന, അവർ പുറത്തൊക്കെ ഇറങ്ങി ബൈറ്റ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വരാറുണ്ട്. അതൊന്നും പേളിയുടെ കയ്യിലല്ലാത്തതുകൊണ്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ എവറിത്തിങ് സ്റ്റാർട്ട്സ് ഫ്രം ഈ ഒരു റൗണ്ട് ടേബിൾ. ഓക്കെ, ഈ ഒരു റൗണ്ട് ടേബിൾ ആങ്കേഴ്സിൻ്റെ റൗണ്ട് ടേബിൾ 2025 എന്ന് പറഞ്ഞിട്ട് ഗലാട്ട പ്ലസിൽ വന്ന വീഡിയോയിൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം വരുന്നത്. ഇതിൽ ഭരദ്വാജ് രംഗൻ ലീഡ് ചെയ്യുന്ന ഈ റൗണ്ട് ടേബിളിനകത്ത് പേളിമാണിയോടൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റുകൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ പേളിമാണി കൊടുത്തൊരു റിപ്ലൈന് എനിക്ക് നെഗറ്റീവ് കമൻറ്റ്സ് വരാറില്ല, എനിക്ക് പോസിറ്റീവ് മാത്രമേ വരാറുള്ളൂ. അതങ്ങനെ നടക്കാൻ ഒരു വഴിയില്ല. മനസ്സിലായി? ഇനി എത്ര വലിയ നന്മമാരാണെങ്കിലും എത്ര കിടിലം കണ്ടന്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും മില്യൺ വ്യൂസ് പോകുമ്പോൾ 1, 2, 3 നെഗറ്റീവ് വരാതിരിക്കൂ. ഈ വീഡിയോനടിയിൽ ഉണ്ണിയുടെ വീഡിയോയും കൂടിയും ആണ് ഫ്ലയർ ആയതോട് കൂടിയിട്ട് ഇതിനടിയിലുള്ള കമൻറ്റ്സ് ഇനി ആര് ഡിലീറ്റ് ചെയ്യും? ഇത് ഡിലീറ്റ് ചെയ്യാൻ പേളിനെ കൊണ്ട് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പേളിമാണി ഷോ ഇഷ്ടമല്ലാത്ത, അല്ലെങ്കിൽ പേളിയുടെ ഈ കൈൻഡ് ഓഫ് കണ്ടന്റ് മേക്കിംഗ് ഇഷ്ടമല്ലാത്തവർ ഇതിനകത്ത് കയറിയിട്ട് ഗലാട്ട പ്ലസിൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സിൽ മലയാളികൾ കയറി അങ്ങോട്ട് പൊങ്കാലിടാൻ തുടങ്ങി. അതൊരു സൈഡിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗലാട്ട പ്ലസിലെ ഇൻ്റർവ്യൂവും കൂടി വെച്ചിട്ടാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ഉണ്ണി കുറച്ച് അനാലിസിസ് നടത്തിയിട്ടുള്ളത്. ആദ്യം തന്നെ ഈ കമൻറ്റ് ബോക്സിൻ്റെ സ്കീമിലേക്ക് പേളിമാണി പറഞ്ഞതും പിന്നെ ഉണ്ണിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അവരുടെ മറ്റ് കണ്ടന്റുകൾക്കൊക്കെ നല്ല വ്യൂസ് ഉള്ളതുപോലെ തന്നെ ഈ മൂവി പ്രൊമോഷൻ വീഡിയോസിനും നല്ല വ്യൂസ് ഉണ്ട്. തീർച്ചയായും പേളിമാണി ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്തു എന്ന് പറയുന്ന ഈ ഒരു ബേസ്, അവരുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, അവരുടേതായിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ട്. അതിൽ ഈ മൂവി ആക്ടേഴ്സും കൂടി വന്നു കഴിയുമ്പോൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന ആ കോൺവെർസേഷൻസ്, അതിലെ രസമൊക്കെ ആയിട്ടാണ് വളരെയധികം വ്യൂസ് കിട്ടുന്നത്. അതങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു. നമ്മൾ ഈ പറഞ്ഞ റൗണ്ട് ടേബിൾ ഡിസ്കഷനിലേക്ക് വരുമ്പോൾ സോഷ്യൽ മീഡിയയിലെ നെഗറ്റിവിറ്റിയെ കുറിച്ച് ഒരു ചോദ്യം വന്നു. നമ്മുടെ പേളിമാണിയെ സംബന്ധിച്ച് പേളിമാണിയുടെ ലൈഫിൻ്റെ ഒരു വലിയ പങ്കും സോഷ്യൽ മീഡിയയിൽ അവർ ഓപ്പൺ ആയിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അവരുടെ യൂട്യൂബ് ചാനലുണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പേളിമാണിയുടെ ലൈഫ് നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെയുള്ള പേളിമാണിയോട് അവർ ചോദിച്ച ചോദ്യം ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന നെഗറ്റീവ് കമൻറ്റ്സ് അഫക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു. അതിന് പേളിമാണി കൊടുത്ത മറുപടി, അതിൻ്റെ ഞെട്ടൽ ഈ നിമിഷം വരെയും എനിക്ക് മാറിയിട്ടില്ല. പേളിമാണിക്ക് നെഗറ്റീവ് കമൻറ്റ്സേ വരാറില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് പേളി പറഞ്ഞത്. ഇത് കേട്ട് അവിടെ ഇരുന്ന വളരെ സീനിയർ ആയിട്ടുള്ള TV-യിലും പ്രസ്സിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഞെട്ടിപ്പോവായിരുന്നു. ഞാനും ഞെട്ടി. കാരണം നമ്മുടെ ചാനലിന് ഏതാണ്ട് 4.5 ലക്ഷത്തിൽ താഴെ മാത്രമേ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. പേളിമാണിയുടെ യൂട്യൂബ് ചാനൽ എങ്കയോ പോയിருக்கு എന്ന് പറയുന്ന പോലെ അത്രയും സബ്സ്ക്രൈബർ ബേസ് അവർക്കുണ്ട്. അതുപോലെ അവരുടെ വീഡിയോസിന് മില്യൺ കണക്കിനാണ് വ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഒരു രീതിയൊക്കെ വെച്ചുകൊണ്ട് ഏത് വിഷയം ഉണ്ടായിക്കഴിഞ്ഞാലും പോസിറ്റീവും നെഗറ്റീവും ഒക്കെ പറയേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ പേളിമാണിയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ പേളിമാണിയോട് വിമർശനങ്ങൾ അറിയിക്കാനും ആളുകൾ എത്തേണ്ടതാണ്. പക്ഷെ അവിടെ ഇരുന്ന എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട്, എന്നെയും ഞെട്ടിച്ചുകൊണ്ട് പേളിമാണി പറയുന്നു പേളിമാണിക്ക് നെഗറ്റീവ് കമൻറ്റ്സ് വരാറില്ല എന്നുള്ളത്. പക്ഷേ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും മറ്റും കുറച്ച് ആളുകൾ കുറേ മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. പേളിമാണിയുടെ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുമ്പോൾ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുന്നു, ചാനലിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഈ നെഗറ്റീവ് കമൻറ്റ്സ് വരാത്തൊരു യൂട്യൂബ് ചാനൽ പേളിമാണി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് എനിക്കൊരു അത്ഭുതമായിരുന്നു. രണ്ടാമത്തെ കാര്യം, പേളിമാണിയുടെ കമൻറ്റ് ബോക്സ്, അതായത് ഓഡിയൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പേളിമാണിക്ക് ഒരു ടീമില്ല എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും എന്നെ വളരെയധികം ഞെട്ടിച്ച് കളഞ്ഞു. കാരണം ഈ ചാനലിൻ്റെ നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് യൂട്യൂബ് നമുക്ക് തന്നിട്ടുള്ളൊരു ഫീച്ചറുണ്ട്. അതായത് ചില കീവേഡ്സ് നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു തെറി വാക്ക് നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമൻറ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ വരില്ല. യൂട്യൂബ് തന്നെ അത് ഹൈഡ് ചെയ്യും. യൂട്യൂബിന് ഓൾറെഡി ഒരു ലിസ്റ്റ് ഉണ്ട്, ഇന്ന വാക്കുകൾ മോശം വാക്കുകളാണ്, അത് ടൈപ്പ് ചെയ്യാൻ പാടില്ല എന്ന്. അതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വാക്കുകളുണ്ട്. ഇത് കൂടാതെ എൻ്റെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇന്ന കീവേഡ്സ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഹൈഡ് ചെയ്യണം എന്ന് യൂട്യൂബിന് ഞാൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ സെറ്റ് ഓഫ് വാക്കുകൾ എന്ന് വെച്ചാൽ വലിയ സെറ്റ് ഓഫ് വാക്കുകൾ ചില
ചില ആൾക്കാർ വളരെ ബുദ്ധിമാന്മാരാട്ടോ. ഒരു തെറിയൊക്കെ ടൈപ്പ് ചെയ്തിട്ട് അതിന് ഹൈഡായി പോയാലോ എന്ന് വെച്ച് തെറിയുടെ ഇടയിലൊക്കെ ഡോട്ട് ഇട്ട് വെക്കും. അപ്പോൾ തെറി പറഞ്ഞു എന്നും ആവും, ഇത് ചാനലിൽ നിന്ന് ഹൈഡ് ആവില്ല. അതടക്കം ഞാൻ കുത്തിയിരുന്ന് ഹൈഡ് ചെയ്ത് എൻ്റെ ടീമേറ്റ് ശ്രുതിയുണ്ട്. ഞങ്ങൾ അങ്ങനെ ഇരുന്ന് ഫിൽട്ടർ ചെയ്ത് വളരെ മോശം വാക്കുകളെ നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. അതിനുശേഷം ഒരു വീഡിയോ പോസ്റ്റ് ആയി കഴിയുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് ആദ്യം ഫിൽട്ടർ ചെയ്യുന്നത് ശ്രുതിയാണ്. കമൻറ്റുകൾ വായിച്ച് ശ്രുതി അനുഭവിക്കുന്ന മാനസിക വിഷമം എത്രത്തോളമാണ് എന്നുള്ളത് എനിക്ക് ഊഹിക്കാൻ പറ്റും. ഇത് ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ കമൻറ്റ് ബോക്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എൻ്റെ കമൻറ്റ് ബോക്സ് ഇപ്പോൾ എനിക്കൊരു 8.5 ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണിത്. ഞാനൊരു ദിവസം എങ്ങനെ വരും, ബെയർ മിനിമം 1-2 വീഡിയോ ഇടും. അതിനകത്തൊക്കെ നിങ്ങളിപ്പോൾ ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 100 കമൻറ്റ് കൂട്ടിയോ, ഒരു വീഡിയോന് 100 കമൻറ്റ്. 2 വീഡിയോ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 10, 300, 400 കമൻറ്റൊക്കെ വരുമായിരിക്കും. ഈ നല്ല ഓഡബിൾ കണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു 800,000 ആവും. അതന്നെ 2 വീഡിയോ ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ 2000 കമൻറ്റ് ഒരു ദിവസം ചിലപ്പോൾ വീഡിയോനടിയിലുണ്ടാവും. അത് മൂവി റിവ്യൂ ഇടുന്ന ദിവസമോ അല്ലെങ്കിൽ വളരെ എന്താ പറയുക കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു കോണ്ടൻറ്റ് ചെയ്യുന്ന ദിവസമൊക്കെ ഭയങ്കരമായിട്ടുള്ള കമൻറ്റൊക്കെ വരും. ഞാൻ എവിടെയും ഒരു ടീമിലൊന്നും വെച്ചിട്ടില്ല, ഞാനൊരു ഒറ്റയാനാ, ഞാൻ ഈ ഒറ്റയ്ക്ക് ഇരുന്ന പരിപാടിയാണ്. മനസ്സിലായോ? അപ്പോൾ ഒരു 8.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള അത്യാവശ്യം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും കുറവ് ഒരു 25,000 വ്യൂ കിട്ടുന്ന ഒരു ചാനലിനകത്ത് എനിക്ക് ഒരു 10-200 കമൻസൊക്കെ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും വീഡിയോ ഇടുന്ന അതിനകത്തൊരു 1000 കമൻറ്റ് വരുന്ന ഒരു ചാനൽ ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന വിഷയമേ ഉള്ളൂ. അത് കുഴപ്പമൊന്നുമില്ല. ടീമുണ്ടോ ഇല്ലേ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ബട്ട് ഇതൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാവുന്ന പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴായിട്ട്. പിന്നെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആളുകളോട് പ്രത്യേകിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും. അവർ ചിലപ്പോൾ ഒരു കമൻറ്റ് ഉണ്ടാവും ഭയങ്കരമായിട്ട് ഇപ്പോൾ ഡിപ്രസ്ഡ് ആവും, ഡെസ്പാവും. എനിക്ക് അങ്ങനത്തെ സീനൊന്നുമില്ല. ഞാൻ ഐ നോ ലൈക്ക് നെഗറ്റീവ് കമൻസിന് നമ്മൾ കൂടുതൽ ഇപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. ഞാൻ പോസിറ്റീവ് കമൻറ്റിന് ചിലപ്പോൾ ഒന്നും ഒരു റിപ്ലൈയും കൊടുക്കാറില്ല. നെഗറ്റീവ് കമൻറ്റ് തപ്പി പിടിച്ച് പോയിട്ട് അതിന് ഇങ്ങോട്ട് തന്തയ്ക്ക് വിളിച്ചാൽ അങ്ങോട്ട് 10 തന്തയ്ക്ക് വിളിക്കും. അതെന്താ പറയുക, ഒരു ഇൻട്രാക്ഷൻ അവിടെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കും. ഒരു കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ ഗോയിങ് ഓൺ ആയിരിക്കും അവിടെ. അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറേ സൂത്രപ്പണികൾ എല്ലാവരുടെ ചാനലിലും എടുത്ത് വെക്കാറുണ്ട്, ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ണിയും കൈൻഡ് ഓഫ് പാറ്റേൺ ഉണ്ണിയുടെ അക്കൗണ്ട് വെച്ചിട്ടുണ്ട്, നോക്കാൻ ആളുകളെ വെച്ചിട്ടുണ്ട്, ഫിൽട്ടർ ചെയ്യുന്നുള്ള കമൻറ്റ്. അങ്ങനെ ഉണ്ണി ഒരു സാധനം സെറ്റാക്കി, അപ്പുറത്ത് പേളിമാണി ഒരു സാധനം സെറ്റാക്കി. പക്ഷെ പേളിമാണി ചെയ്ത പരിപാടി എന്താ വെച്ചെങ്കിൽ അപ്പുറത്തൊരു ഇൻ്റർവ്യൂവിൽ ചെന്നിട്ട് ഇത് വിളിച്ചു പറഞ്ഞു, ഇല്ല എനിക്ക് ഒരു നെഗറ്റീവും വരാറില്ല, വേറെ പോസിറ്റീവുകൾ, എൻ്റെ കണ്ടൻറ്റിന് പോസിറ്റീവ് മാത്രമേ വരാറുള്ളൂ എന്ന് പറഞ്ഞിടത്താണ് ഭയങ്കരമായിട്ടുള്ള ഒരു സാധനം കിടക്കുന്നത്. മനസ്സിലായില്ലേ? ഞാൻ സ്വയം എൻ്റെ കണ്ടൻറ്റുകൾ ഏറ്റവും പ്യുവർ കണ്ടൻ്റ് ആണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ കാണിക്കരുതായിരുന്നു പേളിമാണി. പിന്നെ പേളി അതിന് തന്നെയുള്ളൊരു ജസ്റ്റിഫിക്കേഷൻ പറയുന്നത് എന്താ വെച്ചെങ്കിൽ പേളിമാണി ആ ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്. ആ ഇൻ്റർവ്യൂവിൻ്റെ ക്ലിപ്പ് ഞാൻ ഇവിടെ വെക്കുന്നില്ല, നിങ്ങൾ ആ ഗലാട്ടയിൽ കയറി കണ്ടോ. അതിനകത്ത് വെക്കണമെങ്കിൽ വെക്കട്ടോ, ചെറുതല്ല, ഞാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ഒരു 3 മിനിറ്റുള്ളൊരു പോർഷനായിട്ട് മാറും. ഞാൻ വേണമെങ്കിൽ ഒന്ന് ഇവിടെ പ്ലേ ചെയ്യാം നിങ്ങൾക്കത്. But I whenever I get time, I'm somebody who likes all the comments. You know? But does someone filter the bad ones or? Actually, there are no bad ones. Oh. Isn't that normal? Like seriously, which is like. You're sitting with me and asking it. So I believe like even if there is criticism, I take it in that stride, and I love criticisms. You know, that's what makes me grow, and I love feedbacks. You know, if everyone's saying we love you, I get confused. Like I can't be that, you know, good. There are times when we have guests and they try to attack the guest, and I usually delete those comments because I want the actors to feel happy when they come on the episode, and even if they read the comments, even if they're like few criticisms for them, I usually, you know, try to avoid it. So that's one thing. You meaning you or like your team? I don't have a team like that. I usually handle everything on my own. Wow. I love to do that, you know. So the initial 1 hour, I say it's the most important period when you're reading the comments, because if there is a pattern, you'll see a pattern. You can actually set that pattern during the first 1 hour. Like we set that pattern in the first, we started laughing. Now that might be the pattern for the rest of the Why don't we just change this into a masterclass about handling YouTube? That's right. That's right. Come on. So if you encourage like negative comments, and if you start replying to them, and people will say, oh, she's replying to the negatives, so let's get more attention. So I give attention to the good comments, and I try to encourage them, say thanks, and that becomes the pattern. So basically it's just what you focus on will grow. Yeah. For sure going to be viral. Yeah, when I'm doing the interview, I know Yes. this might become viral in Yeah, my brain, for me it's but not. I don't look for a viral moment. I just look for a viral interview.
I don't try to create a viral moment, but that moment is definitely going to help. But sometimes the entire interview might Oh, yeah, that's just because of the become- reels that you put, Yeah. which actually pull people to watch the whole interview. Yeah, I have editors, I have a team. Yeah, and they're clued in, like as in they know what. See, I used to edit all my videos. I edited in Adobe Premiere Pro and I used to sit and edit. But then when my second baby happened, like it was a little too much for me, then I stopped editing. But every YouTube channel has an editing pattern. So this is like, I'm going to spill some tea. So the switching is so important. When an interview is happening, imagine I'm saying something to Vishal and he's giving an expression which I'm not switching to, the audience will not get that. Audience are usually not watching an interview for information. They are watching it for entertainment. They are just watching it to relax. Maybe they just had a hectic day. Maybe they don't even care about our interview. They're just watching. So sometimes they're not even, they don't have the energy to even think or how to respond to the answers. So the anchor is usually the one who's translating the emotions. She's the bridge, or he's the bridge between the audience and the actor. So if I'm smiling, audience are automatically, oh, so the answer is probably good. That's Like why the she's judges smiling. for the- So if ഇതാണ് ആ ഇൻ്റർവ്യൂവിനകത്ത് പേളിമാണി പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ. ഇതിൽ ഒരുപാടധികം കാര്യങ്ങളുണ്ട്. മുന്നോട്ട് ഉണ്ണിയുടെ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും കുറച്ചും കൂടി ക്ലിയർ ആയിട്ട്. ഇതിനകത്ത് പേളിമാണി ആദ്യം പറയുന്നു ഒരു ടീമില്ല, ഇതൊന്നും മോണിറ്റർ ചെയ്യാൻ ആൾക്കാരില്ല, എല്ലാം സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, നെഗറ്റീവ് കമൻറ്റ്സ് വരാറില്ല. പിന്നെ പറയുന്നു ഇതിനൊരു പാറ്റേൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 1 മണിക്കൂർ കമൻറ്റ് ബോക്സിൽ ഇൻവെസ്റ്റഡ് ആയിരിക്കും. ദാറ്റ് ഇറ്റ് സെൽഫ് മീൻസ് അവരൊരു പാറ്റേൺ സെറ്റ് ചെയ്യുന്നുണ്ട്. അതായത് പോസിറ്റീവ് കമൻറ്റ്സ് മാത്രം കണ്ട് അതിന് മാത്രം റിപ്ലൈ കൊടുക്കുന്ന ഒരു പാറ്റേൺ. നെഗറ്റീവ് ഇഗ്നോർ ചെയ്യുക ഇൻ ദ സെൻസ് നെഗറ്റീവ് ഡിലീറ്റ് ചെയ്ത് കളയുക. ഇത് ഇല്ലാന്ന് ഒരിക്കലും പേളിമാണിക്ക് പറയാൻ പറ്റില്ല. പേളിമാണിയുടെ അക്കൗണ്ടിനകത്ത് നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ട് ആ സ്പോട്ടിൽ യൂസർ നോട്ട് ഫൗണ്ട് ആയ അല്ലെങ്കിൽ അത് ഹൈഡ് ചെയ്ത് വെച്ച ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. വേണമെങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ബോക്സിൽ തന്നെ ചിലർ വന്നിട്ട് എഴുതിയിട്ട് പോകും അതങ്ങനെയാണ് ചേട്ടാന്നുള്ളത്. കാരണം എനിക്ക് പേഴ്സണലി അയച്ചു തന്നിട്ടുണ്ട്, അല്ലാതെ എനിക്കറിയാം. ഓക്കെ, അത് ഡിലീറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്, അവരുടെ ചാനൽ. അവർക്ക് അങ്ങനെ ഒരു പാറ്റേൺ, അവരൊരു പ്യുവർ പാറ്റേൺ കൊണ്ടു നടക്കാനാണ് അവർക്ക് നല്ലതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് പ്യുവർ ഓറ കൊണ്ടു നടക്കാനാണ് അവരുടെ ചാനലിൽ താല്പര്യം തന്നെ അവർ കൊണ്ടു നടന്നോട്ടെ, അതൊരു വിഷയമുള്ള കാര്യമില്ല. പക്ഷേ ഒരു സൈഡിൽ ക്രിറ്റിസിസം കേൾക്കാനോ അല്ലെങ്കിൽ ക്രിറ്റിസിസം ആക്സെപ്റ്റ് ചെയ്യാനോ എനിക്ക് മനസ്സുണ്ട് അല്ലെങ്കിൽ അതെനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ക്രിറ്റിസിസം വരുന്നത് ഒക്കെപ്പാടെ കൂടി എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഒരു ക്രിറ്റിസിസവും ഇല്ലാതെ കമൻറ്റ് ബോക്സ് വെക്കുന്നത് ഒരുമാതിരി അതൊരു ഒരു പരിപാടിയല്ലേ, അത് ചെയ്യാൻ പാടില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം ഉണ്ണിയോട് ചോദിച്ചു വെക്കുന്നുണ്ട്. അതേ ചോദ്യം ഒരുപാട് പേര് പേളിയോട് ഇപ്പോൾ ആ ഗലാട്ടയുടെ ഇൻ്റർവ്യൂവിന് അടിയിലും പോയി ചോദിക്കുന്നുണ്ട്. ഇനി ഇതാര് ഡിലീറ്റ് ചെയ്യും എന്നുള്ളതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതേ ഇൻ്റർവ്യൂവിനകത്ത് പേളി പറയുന്നുണ്ട്, പേളി ഹാവ് ബിൽഡ് എന്താ പറയുക ഒരു കൈൻഡ് ഓഫ് പോസിറ്റീവ് എൻവയോൺമെൻറ്റ് വന്നിരിക്കുന്നവർക്കും ബിൽഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ എടുക്കുകയാണ് ഒരു സിനിമയിലെ ആക്ട്രസ് അതിൻ്റെ ടെക്നീഷ്യൻസ് ഒക്കെ വരുമ്പോൾ ചിലർക്ക് ചില മാസീവ് ഹെയ്റ്റ് ഉണ്ടാവും. ആ ഹെയ്റ്റ് അവരിലേക്ക് കമൻറ്റ് ബോക്സിൽ എത്താതിരിക്കാൻ വേണ്ടി ആ കമൻറ്റ്സ് ഇരുന്ന് ഡിലീറ്റ് ചെയ്യും, അവരെക്കുറിച്ച് വരുന്ന കമൻറ്റ്സ്. സോ ഒരു പോസിറ്റീവ് എൻവയോൺമെൻറ്റ് കമൻറ്റ് ബോക്സിനകത്ത് വരുന്ന ഗസ്റ്റുകൾക്കും കൂടി പേളിമാണി കൊടുക്കാൻ നോക്കുന്നുണ്ട്. പേളിക്ക് വരുന്ന നെഗറ്റീവ് മാത്രമല്ല, എൻറ്റയർലി ആ സീനകത്തുള്ള എല്ലാവർക്കും ഉള്ളൊരു സാധനം അത് വെക്കാനും പേളി നോക്കുന്നുണ്ടെന്ന് പേളി പറയുന്നുണ്ട്. പിന്നെ പേളി പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂ എങ്ങനെ വൈറലാവണം. പേളിക്ക് വ്യൂവർഷിപ്പാണ് മെയിൻ, ഒരു പ്യുവർ ബിസിനസ്സാണ് പേളിക്ക് അതിലപ്പുറം ഇതിനകത്ത് വേറെ കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ല. ഇടയ്ക്കെങ്ങാണ്ട് ഈ കുട്ടികളുടെ കേസിൽ കുറച്ച് അങ്ങനത്തെ കാര്യങ്ങൾ വന്ന് പറഞ്ഞിട്ട് പോയി എന്നല്ലാതെ സിനിമ പ്രൊമോഷൻ എന്നൊക്കെ പറയുന്നത് അതവർ കാശ് മേടിച്ച് അവർക്ക് അതിന് വേണ്ടി വ്യൂവർഷിപ്പിന് വേണ്ടി ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് അവരതിൻ്റെ ഏറ്റവും പീക്ക് വ്യൂവർഷിപ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഗിമിക്കുകളും അതിനകത്ത് അവർ കാണിക്കുന്നുള്ള അവരെന്നെ തുറന്ന് പറയുന്നുണ്ട്. ഇതിനിടയിൽ അവർ എഡിറ്റിംഗ് ടീം ഉണ്ടെന്നും പറഞ്ഞു, പിന്നെ ഒരു ടീം ഇല്ലയെന്നും പറഞ്ഞു. ഇതാണ് ഭയങ്കര മാസീവായിട്ടുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കി വെച്ചത്. പിന്നെ ഡെഫിനറ്റ്ലി പേളിക്ക് പറയാമായിരുന്നു എനിക്ക് നെഗറ്റീവ് കമൻറ്റ്സ് വരുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് കുത്തിയിരുന്ന് ഡിലീറ്റ് ചെയ്യും എന്നുള്ളത് പേളി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഫൈൻ. അത് കഴിഞ്ഞ് പേളി അറിയാതെ പേളിൻ്റെ ടീം പേളിയെ കാണിക്കാതെ കുത്തിയിരുന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ, അങ്ങനെയും ചിലപ്പോൾ ആവാം. മനസ്സിലായോ? പക്ഷെ അങ്ങനെ വരാൻ വഴിയില്ല. കാരണം പേളി ഇതിൻ്റെ കോഴ്സ് പഠിച്ചതാണ്, എഡിറ്റിങ് സ്വന്തമായിട്ട് അറിയാം, എല്ലാം പേളിക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ പേളി അങ്ങനെ ഒന്നും അറിയാത്തൊരു കുട്ടിയാണെന്നുള്ളതും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ണി അപ്ലോഡ് ചെയ്തതിന് ശേഷം പേളിമാണി ഈ വീഡിയോനടിയിൽ ഒരു കമൻറ്റ് ഇട്ടിരുന്നു എന്നാണ് അറിയുന്നത്. ആ കമൻറ്റ് ഇപ്പോൾ ഇല്ല, അത് ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ അത് ആ ടൈമിൽ ഇതൊരു 3-4 ദിവസം മുമ്പ് വന്ന വീഡിയോ ആണ്. അപ്പോൾ ആ ടൈമിൽ അതിനകത്ത് കുറച്ച് പേര് ഇതൊരു ടോപ്പിക്കായി ഇട്ട സമയത്ത് ഈ പേളിമാണി ഇട്ട കമൻറ്റ് എന്താണെന്നുള്ളത് ഒരു ചാനലിൽ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു.
വിമർശനത്തിൽ പേളി മാണി നൽകിയ മറുപടിയാണ് ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ണി നിനക്കൊരുപാട് സ്നേഹവും ഹീലിങ്ങും അയക്കുന്നു. നിങ്ങൾ നിങ്ങളിൽ സമാധാനം കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റുള്ളവരിൽ നിങ്ങൾ നല്ലത് കാണുമെന്നും മറ്റൊരു മനുഷ്യനെ വേദനിപ്പിച്ച്, പ്രത്യേകിച്ചും ബോസ് ലേഡികളായ സ്ത്രീകളെ വേദനിപ്പിച്ച് ഉപജീവന മാർഗം കണ്ടെത്തേണ്ടി വരാതിരിക്കട്ടെ എന്നും പ്രതീക്ഷിക്കുകയാണ്. ഇത് നിങ്ങളെ ഇൻസെക്യൂർ ആക്കുന്നുണ്ടോ? കാരണം നിങ്ങൾ ഒരിക്കലും മുൻനിര നടനെയോ പുരുഷന്മാരായ ക്രിയേറ്റേഴ്സിനെയോ വിശകലനം ചെയ്യുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല. എന്തായാലും ടേക്ക് കെയർ, എനിക്കതിൽ കുഴപ്പമില്ല. പക്ഷേ ഈ അടുത്ത് അമ്മയായ ദിയയ്ക്ക് പ്രശ്നമാകില്ല എന്നെനിക്ക് ഉറപ്പില്ല. ഇത്തരം കാര്യങ്ങൾ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനെ ട്രിഗർ ചെയ്യും എന്നാണ് പേളിയുടെ കമൻറ്റ് പറയുന്നത്. കമൻ്റ് ഇട്ട് കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ പേളി ഇത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ അപ്പോഴേക്കും സ്ക്രീൻഷോട്ടുകളെല്ലാം പ്രചരിച്ച് കഴിയുക തന്നെയായിരുന്നു. എന്തു തന്നെയാണെങ്കിലും ഉണ്ണിക്കെതിരെ ഒരുപാട് വിമർശനങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനൊരു കോമെൻറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പേളി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് പേളി മാണിക്ക് ഈ പറഞ്ഞ ക്രിറ്റിസിസം എടുക്കാൻ വളരെ പാടാണ് എന്നുള്ളത്. ഓക്കെ, നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല ഒരിക്കലും. നമുക്ക് ക്രിറ്റിസിസം വരും, എല്ലാവരും നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യും. അങ്ങനെ ഒരു ആംഗിളിൽ നമ്മൾ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലതൊരാളെ നിന്ന് കിട്ടുമ്പോൾ നമ്മൾ നല്ല കിട്ടിയില്ലോ എന്നുള്ള മൂഡിൽ ഞാനിപ്പോൾ അങ്ങനെയാണ്. 100 എന്നെ ക്രിറ്റിസൈസ് ചെയ്യാൻ നിൽക്കുക എന്നുള്ള മൈൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം എനിക്കൊരു 10 നല്ലത് കാണുമ്പോൾ കൊള്ളാലോ, എനിക്ക് നല്ലത് വരുന്നുണ്ടല്ലോ, ഞാൻ ആ സെൻസിൽ ആ മൂഡിലാണ് ഇപ്പോൾ സത്യം പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് വിഷയമല്ല. ഇനി എത്ര ക്രിറ്റിസിസം വന്നാലും സീനില്ല. എവളോ പാത്രക്ക് ഇനിയും പാക്കലാം, ഈ മൂഡാണ് എനിക്ക്. പക്ഷെ പേളിയെ പോലുള്ളവർക്ക് അത് ഭയങ്കര സീനായിരിക്കും. ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷനിൽ പോവുമായിരിക്കും. എപ്പോഴും ഒരു പ്യുവർ സാധനം കൊണ്ടുവയ്ക്കാൻ, അല്ലെങ്കിൽ 100 ഓറ അങ്ങനെയൊക്കെ നടക്കാനായിരിക്കും ഇഷ്ടം ലൈഫിൽ. പക്ഷെ അത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിൽട്ടർ ചെയ്ത് ജീവിച്ചാൽ പോസിബിളാണ്. അപ്പോൾ ഫിൽട്ടർ ചെയ്ത് യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോയാൽ പോസിബിളാണെന്നുള്ളത് പേളി കാണിച്ചല്ലോ. പക്ഷേ സൊസൈറ്റിയുടെ മുന്നിൽ ഓപ്പണായിട്ട് വേറൊരു ഇൻ്റർവ്യൂ സ്വന്തം ചാനലിൽ എന്ന് പറഞ്ഞാൽ വീണ്ടും നമുക്ക് ഫിൽട്ടർ ചെയ്യാം. അല്ലാതെ പുറത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റില്ലല്ലോ. അതാണ് ഇപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ പറ്റിപ്പോയത്. അപ്പോൾ ആ പോർഷൻ ഉണ്ണി ക്രിട്ടിസൈസ് ചെയ്തു, ഉണ്ണിക്ക് കമൻറ്റ് ഇട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എഗെയിൻ ദാറ്റ് ഷോസ് നിങ്ങൾക്ക് ക്രിറ്റിസിസം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. അത് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാനുള്ളൂ. ക്രിറ്റിസിസം ഹെൽത്തി ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഉണ്ണി പറഞ്ഞതിൽ എവിടെയും ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ണി എപ്പോഴും ഒരു ലൈൻ ഓഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്തിട്ടുള്ള കണ്ടന്റുകൾ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞതിലൊന്നും ഒരു റെസ്പെക്റ്റിൻ്റെ മുകളിൽ ഇവർ ഈ പറയുന്ന പോലെ ലേഡി ബോസ് എന്ന് പറഞ്ഞ ആൾക്കാരെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ബാക്കി മെയിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഞങ്ങളെ കുറ്റം പറഞ്ഞോ എന്നുള്ളത് അങ്ങനെയൊന്നുമില്ല. ഉണ്ണി ആരെ വെച്ചിട്ടാണെങ്കിലും എടുത്ത് പറയാറുണ്ട്. ഉണ്ണിക്ക് അങ്ങനെയൊന്നുമില്ല. ഉണ്ണി ആരെക്കുറിച്ച് പറയാൻ തോന്നിയാലും പറയുന്നൊരു വ്യക്തിയാണ്. അതിനൊരു ലൈൻ ഓഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്ത് പറയുന്ന ഒരാളായിട്ട് എനിക്ക് പേഴ്സണലി ഉണ്ണിയെ തോന്നിയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അതുകൊണ്ടായിരിക്കണം ആ കമൻറ്റ് എവിടെയോ റോങ് ആയി എന്നുള്ള ഫീൽ ആയതുകൊണ്ടായിരിക്കണം അത് ചിലപ്പോൾ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവുക പേളി. അടുത്ത നോക്കാം. ഇതൊരു സോഷ്യൽ മീഡിയ യുഗമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മൊബൈൽ ഫോൺ അടക്കമുള്ള സ്മാർട്ട് ഗാഡ്ജറ്റുകളെല്ലാം കൊച്ചു കുട്ടികളുടെ കയ്യിൽ വരെ വളരെ ഈസി ആയിട്ട് വേണ്ടുന്ന, ഈവൻ അവരുടെ എഡ്യൂക്കേഷന് വരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് പരിപൂർണമായി മാറ്റി നിർത്തി മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ അത് ചെയ്യുന്ന, അതിനുവേണ്ടി നിരന്തരമായി ശ്രമിക്കുന്ന അച്ഛനമ്മമാരുണ്ട്. യൂട്യൂബിലേക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്സും പരിപാടി എന്തെടുത്ത് നോക്കിക്കഴിഞ്ഞാലും കുട്ടികൾ വരുന്ന കണ്ടന്റ് കൂടിക്കൂടി വരുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഒരു കുഞ്ഞുണ്ടാവുക, ഗർഭിണിയാവുക എന്നുള്ളത്, അതിനുശേഷം പ്രസവം, കുഞ്ഞിൻ്റെ ആദ്യ കുഞ്ഞുനാളിലുള്ള കുറേ കാര്യങ്ങൾ, അവരുടെ കുറേ കുസൃതി കുറുമ്പ് പരിപാടികളും അങ്ങനെയുള്ള സംഭവങ്ങളും ഒക്കെ വീഡിയോസായി ചെയ്തിടുക എന്ന് പറയുന്നത്, അതിനിവിടെ ഒരു വലിയ ഓഡിയൻസ് ബേസ് ഉണ്ട്. സ്വാഭാവികമായും ഇത്രയും വലിയ ഓഡിയൻസ് ബേസ് ഉള്ളതുകൊണ്ട് വലിയൊരു റവന്യൂ തന്നെ അവിടുന്ന് ജനറേറ്റ് ആയി വരും. റവന്യൂ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ ഒരു കണ്ടന്റ് ചെയ്യാൻ ഇവിടെ കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടാവുകയാണ്. ഇങ്ങനെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടാവുകയും ഇവർ ജനനം മുതൽ ഒരു കുഞ്ഞിനെ പബ്ലിക്കിൻ്റെ മുമ്പിൽ വളർത്തുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം, ഇപ്പോൾ പേളിയും ശ്രീനിഷിനെ സംബന്ധിച്ച് അവർ സോഷ്യൽ മീഡിയയുടെ നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പാകത്തിന് മാനസികമായി അടക്കം പ്രിപ്പയർഡ് ആയിട്ടുള്ള അഡൽസ് ആണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്നിപ്പോൾ പേളിയുടെയും ശ്രീനിഷിൻ്റെയും കുഞ്ഞുങ്ങൾ സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകൾ എടുത്ത് നോക്കുന്നുണ്ടാവില്ല. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അവർ സോഷ്യൽ മീഡിയ കമൻറ്റുകളൊക്കെ കാണുകയും ഈ പറയുന്ന സോഷ്യൽ മീഡിയ മറ്റു പ്ലാറ്റ്ഫോമുകളും അവിടെ വരുന്ന ട്രോളും മീമും പരിപാടികളും ഒക്കെ കാണാൻ തുടങ്ങുന്ന ഒരു സമയത്തിലേക്ക് എത്തും. നമ്മുടെ സോഷ്യൽ മീഡിയ ഏറ്റവും അധികം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവിനേക്കാൾ കൂടുതൽ നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് ഈ മേഖലയിൽ വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത് കൊച്ചുകുട്ടികളുടെ വളരെ വൾണറബിൾ ആയിട്ടുള്ള, വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള അവരുടെ നിമിഷങ്ങളെ, അവരുടെ ഇമോഷൻസിനെ നിങ്ങൾ ക്യാപ്ചർ ചെയ്ത് വ്യൂസിനും ലൈക്സിനും വേണ്ടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യരുത് എന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വീട് അല്ലെങ്കിൽ അച്ഛനും അമ്മയും എന്നൊക്കെ പറയുന്നത് ഒരു കൊച്ചു കുഞ്ഞിനെ സംബന്ധിച്ച് അത് ഏറ്റവും അധികം ട്രസ്റ്റ് ചെയ്യുന്ന, അതിൻ്റെ
ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സ്പേസാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ അടുത്ത് എന്തൊക്കെ എക്സ്പ്രഷൻ ഇട്ട് കഴിഞ്ഞാലും അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് അവർ വളരെ വൾണറബിൾ ആവുന്നത്. അവരുടെ എല്ലാ ഇമോഷൻസും അതിൻ്റെ എല്ലാ റേഞ്ചിലും അച്ഛനമ്മമാരുടെ അടുത്ത് അത് എക്സ്പ്രസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ആ സ്വാതന്ത്ര്യം നമുക്ക് അവിടെയുണ്ട്, ആ പ്രൈവസി നമുക്ക് അവിടെയുണ്ട്. പക്ഷേ ഇത് അവരുടെ അനുവാദം ഇല്ലാതെ, അവർക്ക് ആ സമയത്ത് അവർ അനുവാദം തരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? ചോക്ലേറ്റ് കൊടുത്താൽ ചിലപ്പോൾ അനുവാദം തരുമായിരിക്കും, അച്ഛനും അമ്മയും സാരമില്ലടാ മോനെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അന്ന് അനുവാദം തരുമായിരിക്കും. പക്ഷേ അങ്ങനെ ക്യാപ്ചർ ചെയ്യപ്പെടുന്ന മൊമെൻറ്റ്സ് സോഷ്യൽ മീഡിയയിൽ വന്നു കഴിയുമ്പോൾ നാളെ ആ സോഷ്യൽ മീഡിയയിൽ പിന്നീട് അതിനെക്കുറിച്ച് വരാൻ പോകുന്ന ഡിസ്കഷൻസോ കമൻസോ ചിലപ്പോൾ ആ കുഞ്ഞ് അപ്പോഴായിരിക്കില്ല, കുറേ വർഷങ്ങൾക്ക് ശേഷം ഇതുമായി ചേർത്ത് വരാൻ സാധ്യതയുള്ള ഒരുപക്ഷെ ഒരു സോഷ്യൽ മീഡിയ അറ്റാക്ക് വരെ ഫേസ് ചെയ്യാൻ തയ്യാറാവണമെന്നില്ല. നമ്മൾ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ ഓഡിയൻസ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് അവർ ഇമോഷണലി മെച്ചുവേർഡ് ആയിട്ടുള്ള ആളുകളല്ല. ഇപ്പോൾ പേളിമാണി അവരുടെ കുഞ്ഞുങ്ങളെ കാണിക്കുന്നു, ഞങ്ങൾ കഴിഞ്ഞിട്ടേ ആ കുഞ്ഞുങ്ങളിൽ പേളിമാണിക്കും ശ്രീനിഷിനും പോലും അവകാശമുള്ളൂ, അവർ ഞങ്ങളുടെയാണ് എന്ന് ചിന്തിക്കുന്ന, അങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ഇവിടെയുണ്ട്. ഉണ്ണി പറഞ്ഞതിൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല. ഇവിടെ പ്രഗ്നൻസി വ്ളോഗ് മുതൽ അങ്ങോട്ട്, പ്രഗ്നൻസി റിവീലിംഗ് മുതൽ അങ്ങോട്ട്, കുട്ടിക്ക് 1 വയസ്സായി ബർത്ത്ഡേ ഫംഗ്ഷൻ വരെ, ഈ 1, 1.5, 2 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയെ അവരവിടെ ഡ്രോപ്പ് ചെയ്യും. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അടുത്തൊരു പ്രഗ്നൻസി റിവീലിംഗ് വ്ളോഗിലേക്ക് പോകുന്ന കുറച്ച് കൂട്ടം ഫാമിലി വ്ളോഗേഴ്സ് ഇവിടെ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാനിവിടെ പലപ്പോഴായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഉണ്ണി ഈ പറഞ്ഞ കാര്യം ഭയങ്കര സീരിയസ് സാധനമാണ്. കാരണം കുട്ടികളുടെ വീഡിയോസ് എടുത്തിടുന്ന സമയത്ത് കമൻറ്റ് ബോക്സ് നിങ്ങൾ നോക്കിയാൽ മതി, ഉപദേശം കൊണ്ട് നിറയും. ഇപ്പോൾ അത് ദിയാകൃഷ്ണ ഈ അടുത്ത് തന്നെ അതൊരു സാധനമായിട്ട് ഇപ്പോൾ അവർക്ക് തിരിച്ചടിച്ചൊരു സംഗതിയൊക്കെ ഇപ്പോൾ ഏറെ കിടന്ന് കറങ്ങുന്നുണ്ട്. കുട്ടിക്ക് ഒറ്റ ദിവസം തന്നെ കുറേ ഫുഡ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞുള്ള സീനുകൾ. അങ്ങനെ ദിയാകൃഷ്ണയാണെങ്കിലും പേളിമാണി ആണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും കുട്ടികളെ കൊടുന്ന് വീഡിയോ ചെയ്യുമ്പോൾ അതൊരു ഡിഫറൻറ്റ് സോണിലേക്ക് ആ സാധനം പോകും. ഭാവിയിൽ കുട്ടികൾ വലുതാവുന്ന സമയത്ത് ഇവർക്കത് മെച്ചുവറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റി എന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ആ കുട്ടിക്ക് അതൊരു അയ്യോ എൻ്റെ ചെറുപ്പകാലത്തെ ഫോട്ടോ വീഡിയോ ഒക്കെ എൻ്റെ അമ്മ എടുത്തിട്ടിട്ട് എൻ്റെ അച്ഛൻ എടുത്തിട്ടിട്ട് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കും, ഈ ഫീലിംഗ് വല്ല കുട്ടിയും പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഓക്കെ, പക്ഷെ അത് വിചാരിച്ചിട്ട് അവരവരെ സ്വന്തം കുട്ടീൻ്റെ വീഡിയോ ഫോട്ടോ അവരിടുന്നതിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനും പറ്റില്ല. ഇപ്പോൾ പേളി ഇടുന്ന പല വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും എങ്ങനെയാണ് പേളിമാണി കുട്ടികളെ ഗ്രൂം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ പാരൻറ്റിങ് എങ്ങനെയാണെന്ന് കണ്ട് അത് ഇഷ്ടപ്പെടുന്നവരും അത് താല്പര്യപ്പെടുന്നവരും ഉണ്ടാവും. മനസ്സിലായി? ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ള ബാക്കിയുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പേളിമാണി കുട്ടീനെ നോക്കുന്നത്. അതാ വീഡിയോയുടെ ടൈമിൽ മാത്രം അവർ വിചാരിക്കുന്ന ലൈക്ക് ആ പാരൻസ് ആണെങ്കിൽ അങ്ങനെ ആവണം. പിന്നെ കമ്പാരിസൺ, ഇത് കുറേ വാസ്റ്റായിട്ടുള്ളൊരു സംഗതിയാണ്. മനസ്സിലായി? കുറേ വാസ്റ്റായിട്ടുള്ളൊരു സംഗതിയാണ്. പല പാരൻസും എന്താ പറയുക, ഇത് കണ്ട് പഠിക്കണം എന്ന് പറയുന്നവരുണ്ട്. പേളിമാണിയുടെ ഈ ഒരു കുട്ടികളോടുള്ള ഒരു സമീപനം, അല്ലെങ്കിൽ പേളിമാണി എങ്ങനെ കുട്ടികളെ നോക്കും, കമ്പാരിസൺസ് വരാൻ തുടങ്ങും. ഇതിൽ അഡിക്റ്റ് ആയിട്ടുള്ളവർ പിന്നെ അഡ്വൈസ് കൊടുക്കാൻ തുടങ്ങും. ബട്ട് ഉണ്ണി പറഞ്ഞ ആംഗിൾ ചിന്തിക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. മനസ്സിലായില്ല? ഇപ്പോൾ റീസെൻ്റ്ലി സ്നേഹൻ്റെ ഏട്ടൻ്റെ കുട്ടി ഉണ്ടായ സമയത്ത് സ്നേഹ പലപ്പോഴായിട്ട് കുട്ടിയുടെ വീഡിയോസ് എടുത്തിട്ട സമയത്ത് ഞാൻ ഇടയ്ക്ക് സ്നേഹനോട് പറയാറുണ്ട്, വേണ്ട വിട്, ബിക്കോസ് ആ കുട്ടിക്കൊരു പ്രൈവസി, ലൈക്ക് അവരുടെ ഒരു സംഗതി കാണൂലൂടെ, അത് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അത് കാരണം നമുക്ക് പറയാൻ പറ്റില്ല, നാളെ സോഷ്യൽ മീഡിയ ഇതിങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയോട് എക്സ്പോസ് ആവുന്നതിന് മുമ്പേ ആയിപ്പോയി ഇപ്പോഴത്തെ ജനറേഷൻ. അതായത് നമ്മളുടെ ഒരു 15, 16 ആ വയസ്സ് അല്ലെങ്കിൽ 18 വയസ്സിലൊക്കെയാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സംഗതി എക്സ്പോസ്ഡ് ആയെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ അതൊന്നും ഇല്ല. ഇപ്പം തന്നെ ചെറിയ കുട്ടികളുടെ കൈ ഇങ്ങനെയാണ്, റീൽസ് സ്ക്രോളാണ്. നാളെ ഈ കുട്ടികൾക്ക് ഒന്നും കൂടി ഒന്ന് ബുദ്ധി ഇറക്കുന്ന സമയത്ത് സ്വന്തം റീലും സ്ക്രോളും കാണുന്നു, അതിലുള്ള കമൻറ്റ് ബോക്സ് കാണുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ പേളിമാണിയോ അല്ലെങ്കിൽ ബാക്കി ആരെങ്കിലും ഇട്ടൊരു വീഡിയോനകത്ത് കുട്ടികളുടെ വീഡിയോ എടുത്തുകൊണ്ട് പോയിട്ട് ട്രോളോ മീമോ ഉണ്ടാക്കുന്നവർ, അത് പിന്നെ ഒരു സ്കൂളിൽ പോകുമ്പോൾ നീ മറ്റേ പേളിമാണിയുടെ കുട്ടിയല്ലേ, അല്ലെങ്കിൽ നീ ഇന്ന സെലിബ്രിറ്റിയുടെ കുട്ടിയല്ലേ, നീ ഇന്നത് ചെയ്തില്ലേ ചെറുപ്പകാലത്ത്. ആ പ്രൈവസി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു വഴിയില്ലല്ലോ, നമുക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല കുട്ടികൾക്ക്. സോ അതൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് തിങ്കിങ് ആണ്. അത് എത്ര പേര് ആലോചിക്കുന്ന അറിയില്ല. വൈ? ബിക്കോസ് ഇതിനകത്ത് വരുന്ന കണ്ടൻറ്റിൽ നിന്ന് മിൽക്ക് ചെയ്യുന്ന ആ റവന്യൂ ഭയങ്കരമായതുകൊണ്ട് തന്നെ ഇനിയും ആളുകൾ ഇത് യൂസ് ചെയ്യാനുള്ള ചാൻസേ ഉള്ളൂ. അല്ലാതെ ഇതൊന്നും കുറയ്ക്കും എന്നൊന്നും എനിക്കൊന്നും തോന്നുന്നില്ല, അൺടിൽ അൺലെസ് ഇതിനൊരു ഗൈഡ് ലൈൻസ് വരുന്നവർ. അങ്ങനെ ഗൈഡ് ലൈൻസ് വരാൻ പോകുന്നില്ല. യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മെറ്റയുടെ ഭാഗത്തുനിന്നൊക്കെ വരാൻ പോകുന്ന ഗൈഡ് ലൈൻസ് വന്നു ഓൾറെഡി. പാരൻസ് വേണം ഒപ്പം, അത്രയേ ഉള്ളൂ, വേറെ കാര്യമായിട്ട് വേറെ ഒന്നുമില്ല. അപ്പം അങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങളിൽ ഇപ്പോൾ ആരാണെന്നുണ്ടെങ്കിലും കുട്ടികളെ വെച്ചിട്ടുള്ള, ഇപ്പോൾ പേളിയുടെ ഇൻ്റർവ്യൂസിൽ തന്നെ വരുന്ന ഗസ്റ്റുകളടക്കം ചിലപ്പോൾ കുട്ടീനെ കാണിക്കും, കുട്ടി എവിടെ, കുട്ടീനെ എടുക്കുക, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ദേ ഡിമാൻഡ്. അതുകൊണ്ട് അത് സ്നേഹം കൊണ്ടായിരിക്കും, വ്യൂവർഷിപ്പിന് വേണ്ടിയല്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത്, കുട്ടിയും ഒരു വ്യൂവർഷിപ്പിനുള്ള കണ്ടൻറ്റായി മാറുമ്പോൾ എഗെയിൻ ഉണ്ണി പറഞ്ഞതിലേക്ക് പോയിൻ്റ് ചെയ്യാം. അത് പിന്നെ ഭാവിയിൽ ചിലപ്പോൾ ഒരു കുട്ടി ഒരു ചോദ്യം ചോദിച്ചാൽ തീരും, നമ്മളെ നമ്മളുണ്ടാക്കിയതെല്ലാം തീർന്നു പോകും. ഒരു കുട്ടി ചോദിക്കുകയാണ്, എൻ്റെ പ്രൈവസി മൊത്തം നിങ്ങൾ ഇല്ലാതാക്കിയത്, എനിക്ക് എന്ത് പ്രൈവസി, എൻ്റെ കുട്ടിക്കാലത്ത് എന്നെ ഫുള്ള് നിങ്ങൾ സോഷ്യൽ മീഡിയയിലിട്ട് ഞാൻ ഇനി എന്ത് ചെയ്യും ചോദിച്ചാൽ പണിപാളി.
പിന്നെ ഇതിന് പേളിക്കും ശ്രീനീഷിനും ഈ എന്തെങ്കിലും ഒരു റെസ്പോൺസ് ഉണ്ടാവും ഡെഫിനറ്റ്ലി. ഇവർ ആ ഇൻ്റർവ്യൂവിനകത്ത് പേളിയോട് ഈ ക്വസ്റ്റ്യൻ ഭരദ്വാജ് ചോദിച്ച സമയത്ത് പേളി കൊടുത്തൊരു ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് അവരുടെ ലൈഫ് മൊത്തം സോഷ്യൽ മീഡിയയാണ്. അത് ബിഗ് ബോസ് മുതലുള്ള അവരുടെ റിലേഷൻ മുതൽ കല്യാണം മുതൽ അങ്ങോട്ട് ഇവർ ചാനൽ തുടങ്ങി ഇപ്പോൾ പോകുന്ന വഴിക്കൊക്കെ അവരുടെ വ്ളോഗുകളും എല്ലാം ലൈഫ് സ്റ്റൈൽ വ്ളോഗും കാര്യങ്ങളൊക്കെ അവർ സോഷ്യൽ മീഡിയയിൽ ഇൻവെസ്റ്റഡ് ആണ്. സോ പുറത്ത് പോകുമ്പോൾ കുട്ടികളെ കാണിക്കാതിരുന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ മുതലെടുക്കാൻ വേണ്ടി ആരെങ്കിലും പുറത്തുനിന്ന് ഈ കുട്ടികളുടെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് അവർക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് ആവും. സോ അതിന് മുമ്പ് തന്നെ കുട്ടികളെ ഞങ്ങൾ വ്യൂവേഴ്സിന് കാണിച്ചു കൊടുത്തു. വ്യൂവർഷിപ്പ് ഡിമാൻഡിനനുസരിച്ചിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ലൈഫ്, അത് പേഴ്സണൽ ലൈഫിൻ്റെ ഒരു ഭാഗം കൂടിയും സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ള സെൻസിലുള്ള ഒരു വർത്തമാനം പോലെ എനിക്ക് തോന്നി. ഇപ്പോഴും പല സെലിബ്രിറ്റീസും ഉണ്ട് കുട്ടികളുടെ ഫോട്ടോ വീഡിയോ ഒന്നും റിവീൽ ചെയ്യില്ല. ബട്ട് പേളിയുടേതായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻസ് കാണും. കാരണം പേളി ബാക്കിയുള്ളവരെ പോലെ അല്ല എന്നാണ് പേളി എപ്പോഴും പറയാറ്. കാരണം പേളിക്ക് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ തോന്നിയപ്പോൾ പുറത്തു പോകും, ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്, എല്ലാവരുമായിട്ട് ഭയങ്കര അങ്ങനെ നടക്കുന്ന ഒരാളാണ്. സോ അങ്ങനെ നടക്കുന്ന സമയത്ത് കുട്ടികളെയും കൊണ്ട് പെട്ടെന്നാണ് പുറത്ത് പോകുമ്പോൾ എല്ലാവരും കൂടി വന്നിട്ട് ഇതുവരെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാത്ത പേളിയുടെ കുട്ടി എന്ന് പറയുമ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് ആവില്ല, അങ്ങനെയൊക്കെ ചിന്തിച്ചു എന്നൊക്കെയാണ് അവരുടെ ഒരു വേർഷൻ. വാട്ടെവർ. ഞാൻ പറയുന്നത് കുട്ടികളെ കാണിക്കണോ വേണ്ടേ എന്നുള്ള സംഗതി കംപ്ലീറ്റ്ലി അത് നമ്മൾ ഒരു ഡിസിഷൻ എടുത്ത് അല്ലെങ്കിൽ ഒരു ടൈമിൽ ഇപ്പോൾ വ്യൂവർഷിപ്പ് ഡിമാൻഡ് ചെയ്യുന്നു, ഇത് കുട്ടിയാണ് നമ്മളെന്ന് പറഞ്ഞ് കാണിച്ചു, പിന്നെ നമ്മളത് വിട്ടു. മെമ്മറീസ് എടുത്ത് വെച്ചിട്ട് നമുക്ക് നമ്മളെ പേഴ്സണലായിട്ട് എടുത്ത് വെച്ചിട്ട് പിന്നെ അത് കുട്ടികൾ വലുതാകുമ്പോൾ അവർക്ക് പേഴ്സണലി കാണിച്ചു കൊടുക്കാം. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ചെയ്യുന്നവരെ എനിക്ക് പേഴ്സണലി അറിയാം. ഒരു ക്യാമും തൂക്കി ഒരു വീഡിയോ പിടിച്ച് ഇങ്ങനെ നടക്കും, പക്ഷേ ഞാൻ എവിടെയും അവർ പോസ്റ്റ് ചെയ്ത് കാണില്ല. അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളത് എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യാറുണ്ടോ? ഇല്ല, അത് ഞാൻ എടുത്തു വയ്ക്കും, കുട്ടിക്ക് പിന്നെ കാണിച്ചു കൊടുക്കും. അങ്ങനത്തെ പാരൻസും ഉണ്ട് കേട്ടോ നമ്മുടെ ചുറ്റുപാട്, അതുമുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ടോപ്പിക്കാണ്. ബട്ട് ഉണ്ണി പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കര ചിന്തിക്കേണ്ട ഐറ്റമാണ്. നമ്മൾ പല ഇൻ്റർവ്യൂസും കാണുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഇതിൽ ചോദ്യം ചോദിക്കുന്ന ആളും ഉത്തരം പറയുന്ന ആളും ഒക്കെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ എന്തിനാണ് ഇവരിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നുള്ളത്. പല ഇൻ്റർവ്യൂ ചാനലുകളിലും നമ്മൾ ഈ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അത് പേളി തന്നെ ഫിൽട്ടർ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് മേക്ക് ഷുവർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഗസ്റ്റും അവരും പിന്നീട് അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നില്ല എന്ന്. അങ്ങനെ ഈ ആസ്പെക്റ്റുകളൊക്കെ പരിഗണിക്കുമ്പോൾ ആസ് എൻ ഇൻ്റർവ്യൂവർ, കൺസിഡറിങ് അവരുടെ ടാർഗറ്റ് ഗ്രൂപ്പ്, അവരുടെ സ്റ്റൈല്, പാറ്റേൺ ആൻഡ് സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വരുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, പരമാവധി ആളുകളിലേക്ക് ഇങ്ങനൊരു സിനിമ വരുന്നു എന്നുള്ള കാര്യം അറിയിക്കുക എന്നുള്ളതാണ്. അതും നടക്കുന്നുണ്ട് എന്നുള്ളത് പേളിയുടെ വ്യൂസ് കാണുമ്പോൾ നമുക്ക് വ്യക്തമാണ്. അപ്പോൾ ഈ ടാർഗറ്റ് ഓഡിയൻസിനെയും പേളിയുടെ സ്റ്റൈലിനെയും മൂവി പ്രൊമോഷൻ ടീമിൻ്റെ ഉദ്ദേശവും സക്സസ്സായി നടക്കുന്നിടത്തോളം പേളി ഒരു സക്സസ്ഫുൾ ഇൻ്റർവ്യൂവർ എന്ന് മാത്രമല്ല, പേളി ഒരു സക്സസ്ഫുൾ ബിസിനസ് വുമൺ എന്ന് പറയുന്നതിലും യാതൊരു തെറ്റുമില്ല. അവരവരുടെ സ്പേസ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നു, എന്താണ് സെല്ല് ചെയ്യാൻ തൻ്റെ കയ്യിലുള്ളതെന്ന് മനസ്സിലാക്കുന്നു, എങ്ങനെ സെല്ല് ചെയ്യാൻ പറ്റുമെന്നുള്ളതും എങ്ങനെ അത് കൺസിസ്റ്റൻ്റായി ഡെലിവർ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചും കൃത്യമായ ധാരണയോടെ മുന്നോട്ട് പോകുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാളെ നമുക്ക് സക്സസ്ഫുൾ ബിസിനസ് വുമൺ എന്ന് തന്നെ പറയാം. മാത്രമല്ല വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസിലിരുന്ന് വൈറലാവാനുള്ള ഒരു സാഹചര്യം പേളി മാണിയുടെ ഇൻ്റർവ്യൂസ് കൊടുക്കുന്നു എന്നുള്ളത് ഈ ഗസ്റ്റുകളെ സംബന്ധിച്ചും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ആക്ച്വലി ഉണ്ണി മൊത്തം അപ്രീഷിയേറ്റ് ചെയ്യുക ചെയ്തത്. ആകെ ആ ഒരു കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുന്ന ഒരു സാധനം മാത്രമാണ് അതിനകത്ത് ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞത്. പിന്നെ എന്തിനാണ് പേളി ഇവിടെ തന്നെ കമൻറ്റ് ഇട്ടെന്നുള്ളത് ഞാൻ സ്റ്റിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ പേളി മാണി കൊടുത്ത ഉത്തരം നിങ്ങൾ നേരത്തെ ഞാൻ ആ വീഡിയോയിൽ വെച്ചത് നിങ്ങൾ കണ്ടു. ഇപ്പോൾ ഉണ്ണി പറഞ്ഞ കാര്യങ്ങളും, അതായത് ഒരു ബിസിനസ് എന്നുള്ള രീതിക്ക് ഇവരിത് വളർത്തി. കേരളത്തിൽ വേറെ ഒരു ഇൻ്റർവ്യൂവിനും ഇത്ര വെയിറ്റ് ചെയ്യില്ല, മനസ്സിലായോ? കാരണം പല ഇൻ്റർവ്യൂസ് പല ടോണാണ് സെറ്റ് ചെയ്യുക. അപ്പം ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ചില ഇൻ്റർവ്യൂസിനകത്ത് ചെല്ലുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞ് അതിലൊരു സാഡ് അല്ലെങ്കിൽ അവരെ കുംഭസാരം പോലത്തെ അങ്ങനത്തെ ഇൻ്റർവ്യൂസ് ഇവിടെ നടക്കുന്നുണ്ട്. വളരെ ദേഷ്യം കൂടി വൈറൽ എലമെൻറ്റ് കൂട്ടി വിൽക്കാൻ വേണ്ടി കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനത്തെ ഇൻ്റർവ്യൂസ് നടക്കാറുണ്ട്. പക്ഷെ വളരെ ഫണ്ണായി, ജോയ്ഫുള്ളായി, ഭയങ്കര അടിപൊളിയായി. ഇപ്പം നേരത്തെ പേളിയുടെ ആ ഒരു ക്ലിപ്പിനകത്ത് പറഞ്ഞല്ലോ, ഒരു ചോദ്യം ചോദിക്കും, അതൊരു വൈറലാവാനോ കോൺട്രവേഴ്ഷ്യൽ ആവാൻ ചോദിക്കുന്ന ചോദ്യമല്ല, പക്ഷെ അതിൽ നിന്ന് എങ്ങനെയാണ് ഒരു വൈറൽ എലമെൻറ്റ് വരുന്നത്, ഒരു ഇൻ്റർവ്യൂ ഇങ്ങനെ വൈറലാവുന്നത്, അപ്പുറത്തെ സൈഡിൽ നിന്നുള്ള ആളുടെ ആംഗിളിൽ അയാളുടെ റിയാക്ഷൻ കറക്റ്റ് സമയത്തെടുത്ത് എഡിറ്റ് ചെയ്യുക. സോ എഡിറ്റിങ്ങിലൊരു പ്രോപ്പർ സ്ക്രിപ്റ്റിംഗ് ഉണ്ട്. ചോദ്യങ്ങളിൽ അവർക്കൊരു സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ പോലും ആ ചോദ്യങ്ങൾ ഒരു എന്താ പറയുക വൈറൽ എലമെൻറ്റിനുള്ള കാര്യങ്ങളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പേളി ഒറ്റയ്ക്ക് പേളിയുടേതായിട്ടുള്ള കുറേ മാനറിസംസ് വെക്കുന്നുണ്ട്. വരുന്ന ഗസ്റ്റ് ഭയങ്കര കംഫർട്ടബിളാണ്, കാരണം ഇവിടെ കോൺട്രവേഴ്സി ഇല്ല, മനസ്സിലായോ? ഇതിനകത്ത് നിന്ന് ആകെ വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വൈറൽ സാധനങ്ങൾ വരും, പക്ഷെ അത് കോൺട്രവേഴ്സി അല്ല. എന്നാൽ അവർക്ക് അവരുടെ പടത്തിന് വേറെ എവിടെ ഒരു 10 ചാനലിൽ പോയിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുന്നതിനേക്കാൾ റീച്ച് ഇപ്പുറത്ത് കിട്ടും ചെയ്യും.
പിന്നെ പേളി എന്ന് പറയുമ്പോൾ എപ്പോഴും ഓപ്പോസിറ്റുള്ള ആളെ കംഫർട്ടബിൾ ആക്കി ഇരുത്തുന്നുണ്ട്. ഈവൻ എഡിറ്റിങ്ങിലാണെങ്കിൽ പോലും അവർക്ക് ഇൻവോൾവ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് മാറ്റാണെങ്കിൽ മാറ്റാം. അങ്ങനെ എന്തിനുള്ള സ്പേസും ഈവൻ കമൻറ്റ് ബോക്സിൽ അവരെ കുറിച്ച് വരുന്ന നെഗറ്റീവ് കമൻറ്റ് വരെ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുന്നു. പല ചാനലുകളും അതുപോലും ചെയ്ത് കൊടുക്കാറില്ല. സോ പേളി ആസ് എ ബ്രാൻഡ്, ആസ് എ ബിസിനസ് വുമൺ, അവരെന്താ പറയുക, ഒരു പോസിറ്റീവ് ഓറ ഉണ്ടാക്കിയ ഒരു ഓറ കൾച്ചറിങ് അങ്ങനെ ചെയ്ത് പോവുകയാണ്, ഓറ ഫാമിങ് ചെയ്ത് പോവുകയാണ് മലയാളത്തിൽ ഈ ഇൻ്റർവ്യൂ സെക്ഷൻ്റെ അകത്ത്. അത് ഇനി എത്ര പേര് അഡാപ്റ്റ് ചെയ്യുന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ഓൾറെഡി ഈ രജനീഷിനെ പോലുള്ളവരൊക്കെ അങ്ങനത്തെ സാധനങ്ങൾ പിടിക്കാൻ നോക്കിയിരുന്നു. പക്ഷേ അത് കൂടുതൽ ലൈക്ക് ഈ കോർ റിയാലിറ്റി അല്ലെങ്കിൽ റിയൽ ലൈഫൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ഇമോഷണലി അവിടെ തമാശകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ പേളി ഈസ് വൺ ഓഫ് എ കൈൻഡ്. മലയാളത്തിൽ ഇപ്പോൾ ഫുൾ ഫൺ ത്രില്ലായിട്ട്, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഭയങ്കര പണ്ടാറ് ഈ സമയം ശരിയല്ല, എന്തെങ്കിലും വീഡിയോ കാണാമെന്ന് പറഞ്ഞ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പേളിയുടെ ഇൻ്റർവ്യൂസ് എടുത്ത് കാണാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? പേളി ഒറ്റയ്ക്ക് ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ഒരു ഇൻ്റർവ്യൂ എടുത്തവനുണ്ടോ, അതുപോലെ കൊണ്ടുപോവാണ് ഈ ഐറ്റം. മനസ്സിലായില്ലേ? അതിന്ന് പടം പ്രൊമോട്ട് ആവുമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി പടം പ്രൊമോട്ട് ആവും. കാശ് കൊടുക്കുന്നവന് വ്യൂവർഷിപ്പ് കിട്ടുന്നുണ്ട്, സ്പോൺസർ ചെയ്യുന്നവന് അവൻ്റെ ബ്രാൻഡ് മുന്നോട്ട് പോകുന്നുണ്ട്. സോ ഒരു സീരിയസ് എന്താ പറയുക ബിസിനസ് ഓൺട്രപ്രണർ ലേഡി ആയിട്ട് അവർ വളർന്നു കഴിഞ്ഞു ഓൾറെഡി. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ കൂടുതൽ എക്സ്പോസ്ഡ് ആവാതിരിക്കുക എന്നുള്ളതും കൂടി ശ്രദ്ധിക്കണം. ഈ നെഗറ്റിവിറ്റി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ ക്രിറ്റിസിസം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്, ഈ കാര്യങ്ങളൊന്ന് സോർട്ട് ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പക്ഷെ അതൊരു മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു നേച്ചറാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് സോർട്ട് ഔട്ട് ആവില്ല കേട്ടോ. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി ബുദ്ധിപൂർവ്വം ഡീൽ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ സ്വന്തം ചാനൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇരിക്കുക. അങ്ങനത്തെ പരിപാടിയാണ് നല്ലത്. എന്താണെങ്കിലും എൻഡ് ഓഫ് ദ ഡേ എനിക്ക് പേളി മാണിയുടെ ഷോ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ ലോകത്തിനെ കുറിച്ച് പഠിക്കാനും ലോകത്ത് എന്ത് നടക്കുന്നു അങ്ങനെ അതിനൊന്നും വേണ്ടിയിട്ടല്ല ഞാൻ. ഇനി ഈവൻ സിനിമയെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് പോലും അല്ല പേളി മാണി ഷോ കാണുന്നത്. പേളിയുടേതായിട്ടുള്ള കുറേ സാധനങ്ങൾ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഓപ്പോസിറ്റുള്ള നടനോ നടിയോ കൊടുക്കുന്ന ഒരു റിപ്ലൈ റിയാക്ഷൻസ് കാണും. അല്ലെങ്കിൽ ഇവർ വന്ന് പേളിയെ ട്രോളാനിരിക്കുന്നതുണ്ടാവും. ഒരു കോമഡി ഷോ കാണുന്ന പോലത്തെ ഒരു വൈബിലാണ് ഞാനൊക്കെ ഇരുന്ന് പേളി മാണി ഷോ കാണാറ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം. എനിക്കൊന്നൊരു മോസ്റ്റ് മെജോറിറ്റി അങ്ങനെ എടുക്കുന്നതുകൊണ്ട് പിന്നെ അവർക്ക് അതിലൊരു സീനില്ല. ഡെഫിനറ്റ്ലി വളരെ ബുദ്ധിയുള്ളൊരു ലേഡിയാണ്. അവരുടെ ടീമിന് വളരെയധികം വലിയൊരു ബുദ്ധി, ഐഡിയ, സ്ക്രിപ്റ്റ്, എന്തൊക്കെ വിളിക്കാൻ പറ്റും, ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും അവരെടുത്ത് വെച്ചിട്ടുണ്ട്. അതവരുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് മുതൽ ഇനി അവരുടെ പാറ്റേൺ, നിങ്ങൾ എഡിറ്റിംഗ് പാറ്റേൺ ആണെന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ ഇൻട്രാക്ട് ചെയ്യുന്ന പാറ്റേൺ ആണെങ്കിലും ഒക്കെ നിങ്ങൾ നോക്കിയാൽ മതി. ഈവൻ റീൽസ് ഇട്ടിട്ട് ആ റീൽസിൽ നിന്ന് മെയിൻ വീഡിയോക്കുള്ള കൺവേർഷൻ അവർ കൊണ്ടുവരുന്നതാണെങ്കിൽ പോലും ദേ ബ്ലഡി നോ ഹൗ ടു മിൽക്ക് എ കണ്ടൻറ്റ്. അതൊരു വലിയ കാര്യമാണ്. അത് സോഷ്യൽ മീഡിയക്കകത്ത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ല. ഓക്കെ, സോ അവരുടെ തല അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവരുടെ ടൈം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഷീ ഈസ് ഗെറ്റിംഗ് പെയ്ഡ്, ഇത്രയേ ഉള്ളൂ അതിനകത്ത്. സോ കാണുക, കണ്ടിട്ട് ഇൻസ്പയർ ആവുക. പക്ഷേ ഇങ്ങനത്തെ ഈ ക്രിറ്റിസിസം എടുക്കാൻ പറ്റാത്ത സാധനങ്ങളൊന്നും നിങ്ങൾ അത് കണ്ട് ഇൻസ്പയർ ആവരുത്. പക്ഷേ ഒരു ചാനൽ എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതൊക്കെ കണ്ടിട്ട് പേളി മാണിയുടെ നിങ്ങൾക്ക് ഇൻസ്പയർ ആവാം. ഓക്കെ, ആൻഡ് അഗെയിൻ ഐ എം തിങ്കിങ്, എന്തിനാണ് പക്ഷേ ഈ പേളി അവിടെ പോയി ഒരു നെഗറ്റീവ് സെൻസിലൊരു കമൻറ്റ് ഉണ്ണിക്ക് ഇട്ടേന്നുള്ളത്. കാരണം ഉണ്ണി അങ്ങനെ വെച്ച് വലിച്ച് കീറിയിട്ടില്ല. മല്ലു അനലിസ്റ്റ് പോലുള്ളൊരു സാധനമല്ല ഉണ്ണി ചെയ്തത്. ഇത് കുറച്ചും കൂടി ഒരു സട്ടിലായിട്ടുള്ള ഐറ്റമാണ്. കയ്യിൽ നിന്ന് പോയത് അവിടെ പോയി. അത് പേളി തിരിച്ചറിഞ്ഞാൽ നല്ലത്. എഡിറ്റിംഗ് ടീം ഇല്ല, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷൻ ഡിലീറ്റ് ചെയ്യാൻ ആളില്ല, അങ്ങനെ ഇതെല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്താൽ മതിയല്ലോ, വേറെ ഒന്നും ഇല്ലല്ലോ. അത് ആക്സെപ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ.